ഹായ് ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ചത്തെ നോമിനേഷൻ കഴിഞ്ഞു. അനീഷിന് നോമിനേഷൻ പവർ ഇല്ലാത്തതുകൊണ്ട് അനീഷ് ഒഴികെയുള്ളവരിൽ നിന്ന് പകുതി പേര് ഓപ്പൺ നോമിനേഷനും ബാക്കി പകുതി പേര് കൺഫെഷൻ റൂമിൽ വെച്ചാണ് നോമിനേഷൻ ചെയ്തത്. കഴിഞ്ഞ വീക്കിലി ടാസ്കിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻസ് കിട്ടിയതിനെ തുടർന്ന് നൂറ ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ഇത്തവണ ഏറ്റവും കൂടുതൽ പേര് നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മിയാണ്. ലക്ഷ്മിക്ക് 5 വോട്ടുകളാണ് കിട്ടിയത്. 4 വോട്ടുകൾ വീതം സാബുമാനും റെനയ്ക്കും കിട്ടി. 3 വോട്ടുകൾ വീതം കിട്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ഷാനവാസ്, ബിന്നി, ആദില, ആര്യൻ, നെവിൻ എന്നിവരാണ്. കഴിഞ്ഞ ദിവസം ഒനിയിലുമായിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ലക്ഷ്മിയായിരിക്കും ഏറ്റവും കൂടുതൽ പേര് നോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഉറപ്പായിരുന്നു. ജിഷിൻ, ആദില, അക്ബർ, ഷാനവാസ് എന്നിവർ ഓപ്പൺ ആയിട്ട് ലക്ഷ്മി നോമിനേറ്റ് ചെയ്തു. നൂറയാണ് കൺഫെഷൻ റൂമിൽ വെച്ച് ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത്. ശരിക്കും ഇത്തവണ മാക്സിമം പേരെ നോമിനേഷനിലേക്ക് കൊണ്ടുവരായിരുന്നു. ആക്റ്റീവ് അല്ലാത്തവരെ നോമിനേറ്റ് ചെയ്യണമെന്ന് ബിഗ് ബോസ് പറഞ്ഞതുകൊണ്ട് ഓപ്പൺ നോമിനേഷനിൽ കൂടുതൽ പേരും സാബുമാന്റെയും ലക്ഷ്മിയുടെയും പേരാണ് പറഞ്ഞത്. ഈ നോമിനേഷനിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ചർച്ചയിൽ വന്നത്. ലക്ഷ്മി, മസ്താനി, ഒനിയിൽ ഇഷ്യൂ, ആര്യനും റെനയും തമ്മിലുള്ള പ്രശ്നം. ഇതുകൂടാതെ ഇത്തവണത്തെ നോമിനേഷനിൽ പുതിയതായിട്ട് കൊണ്ടുവന്നൊരു ഇഷ്യൂ ഷാനവാസിന്റെ അടുത്ത് നെവിൻ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു കാര്യം പറഞ്ഞ് ഓപ്പൺ നോമിനേഷനിലൂടെ തുടക്കം കുറിച്ചത് ആദിലയാണ്. ഇന്ന് നെവിൻ കിച്ചണിൽ നിന്ന് മല്ലിയില എടുത്തപ്പോൾ ഷാനവാസ് അതിലിടപെട്ട് ഒരു വഴക്കായി. നെവിൻ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഷാനവാസ് വന്ന് മല്ലിയില തട്ടിയെടുക്കാൻ നോക്കിയപ്പോൾ പാത്രം താഴെ വീണ് പൊട്ടിയതോടുകൂടിയാണ് ആ ഒരു പ്രശ്നം വഷളായത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ നെവിൻ വളരെ മോശമായിട്ടാണ് ഇവരെല്ലാവരുടെ അടുത്ത് പെരുമാറുന്നത് എന്നെല്ലാം പറയുന്നത്. ഷാനവാസ് പതിവ് പോലെ ഈ പറഞ്ഞതിന് ബലമേകാൻ വേണ്ടി മറ്റു പലരുടെയും പേര് ഇതിന്റെ കൂടത്തെ ആഡ് ചെയ്യാൻ ശ്രമിച്ചു. ഒനിയിലിനെയും അഭിലാഷിനെയും പിന്നെ ജിസൈലിനെയും ഒക്കെ പല കാര്യങ്ങളെയും കണക്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിച്ചു. ഷാനവാസിന്റെ ഇങ്ങനെയുള്ള അലിഗേഷനുമായിട്ട് പൊരുത്തപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് ജെന്യൂനായിട്ട് പറയുന്നതിനേക്കാൾ ഉപരി ഇത് ഗെയിമിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ എടുത്ത് യൂസ് ചെയ്യുന്നതായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഷാനവാസ് മല്ലിയില എടുക്കാൻ പോയപ്പോൾ പാത്രം വീണ് പൊട്ടിയത് പുള്ളി ഫുഡ് സ്പോയിൽ ചെയ്തു എന്നുള്ള രീതിയിൽ പുറത്തേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ അതിലും വലിയൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ നെവിനെ ഈ രീതിയിൽ ചിത്രീകരിക്കാൻ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ചെയ്യുന്നത് ഒരു മാന്യതയില്ലാത്ത പരിപാടിയാണെന്ന് തോന്നി. അതിഗംഭീര പരിപാടി എന്തായിരുന്നു വെച്ചാൽ ഷാനവാസ് ഇത് വന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ അനീഷ് പോയി ഹഗ് ചെയ്യുമായിരുന്നു ഷാനവാസിനെ. ബാക്കിയുള്ള വിശേഷങ്ങളുമായി പിന്നീട് കാണാം. താങ്ക് യു.